ആദ്യം സൂപ്പാണ് കിട്ടിയത്. ഈ തണുപ്പത്ത് നല്ല രസമുണ്ടായിരുന്നു അത് കുടിക്കാനായിട്ട്. പിന്നെ സദ്യ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഏകദേശം നമുക്കൊരു മിനി സദ്യ പോലെ പറയാം. ഇവിടെ എല്ലാത്തിനും ചപ്പാത്തി കൊടുക്കും. അപ്പോൾ ആദ്യം ചപ്പാത്തിയാണ് കേട്ടോ. ഈ ഒരു ചപ്പാത്തി ആ കറിയും കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ തന്നെ ഓർത്തത് ഞാൻ സദ്യ കഴിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും സാരമില്ല, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ചോറ് വന്നായിരുന്നു, നല്ല ചൂട് ചോറായിരുന്നു. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാറാണേ. അതും ഈ കറിയും എല്ലാം കൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പായസമാണ് കുടിച്ചത്. ഇത് ചവ്വരി വെച്ചിട്ടുള്ള പായസമാണേ. അതും പഴവും കൂടി ചേർത്തിട്ട് കഴിച്ചായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പായസം വന്നു. ഇതെന്തോ പരിപ്പോ അങ്ങനെ എന്തോ വെച്ചിട്ടുള്ളൊരു പായസമായിരുന്നു. ഇതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അത് ഞാൻ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ വെള്ളം കുടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്നെൻ്റെ വെയിറ്റ് ലോസ് ജേണിയുടെ 30ാമത്തെ ദിവസമാണ്. അങ്ങനെ 1 മന്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. നൈറ്റ് എന്ത് കഴിച്ചു എന്ന് ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യാം. ഞാനിത് സദ്യ കഴിച്ച് വന്നതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് വന്നു, അതിനുശേഷം വീഡിയോ എടുത്തിട്ട് നൈറ്റുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ 30ാമത്തെ ദിവസത്തിൽ എനിക്ക് പൊങ്കൽ ഡേ ആയിരുന്നു. പൊങ്കലിന് ഞാൻ ഭക്ഷണം കഴിച്ചു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് സദ്യ കഴിക്കണം എന്നുള്ളത്. അത് ഞാൻ സാധിച്ചെടുത്ത കേട്ടോ. നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്നത്, ഞാൻ എപ്പോഴും പറയും, നമുക്ക് ചിലപ്പോൾ റെയറായിട്ട് കിട്ടുന്നതൊക്കെ നമുക്ക് കഴിക്കുക. ഓക്കെ, പോർഷൻ കൺട്രോൾഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ശേഷം പോർഷൻ കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എനിക്ക് വിശപ്പെന്ന് പറയുന്ന സംഭവം എനിക്കിനി ഇല്ല. എനിക്കിനി നൈറ്റ് മാത്രമേ എനിക്ക് വിശപ്പിന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ച് കിടക്കാൻ തോന്നുള്ളൂ. അല്ലാതെ എനിക്ക് വിശക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പൊങ്കൽ ഡേക്ക് ഞാൻ ഇതൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. ഇനി ഞാൻ 30 ദിവസം ഞാൻ ഈ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ സ്ട്രഗിൾസ്, ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിനി കുറച്ച് ദിവസവും കൂടി ഈ ഒരു വെയിറ്റ് ലോസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ഇങ്ങനെ വിചാരിക്കുന്നു. കുറച്ച് ദിവസം, ഇനി ഞാൻ അധികം ദിവസം ഈ വെയിറ്റ് ലോസ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി കുറച്ച് ദിവസവും കൂടി മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങളോട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ വെയിറ്റ് ഗെയിനിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ഗെയിൻ എങ്ങനെ ചെയ്യാം, അവർക്കുള്ള ഡയറ്റ് പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇനിയും ഉണ്ട്, ഫേസ് ഫാറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണം സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളെല്ലാം വേണം. കാര്യം ഇപ്പോൾ എനിക്ക് പീരീഡ്സിൻ്റെ ടൈം വരുമ്പോൾ മാത്രമേ എനിക്ക് പിമ്പിൾസ് വരാറുള്ളൂ. അതർവൈസ് എനിക്ക് അങ്ങനെ പിമ്പിൾസ് വരാറില്ല. അപ്പം ഞാൻ അതെങ്ങനെ ചേഞ്ച് ചെയ്തു, എൻ്റെ സ്കിന്ന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെ ചേഞ്ച് ചെയ്തു എന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം. ആദ്യം നമുക്ക് വെയിറ്റ് ലോസിനെ ഒരു സൈഡ് ആക്കിയതിന് ശേഷം ഞാൻ സ്കിൻ കെയറിലോട്ട് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഞാനിങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ടാഗ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഞാൻ കാണിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്കിന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ലിങ്ക് അതിന് തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് എങ്ങനെ എടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ അതിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട്, ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ അതിങ്ങനെ തിരഞ്ഞ് ഞാൻ മേടിച്ച് എനിക്ക് യൂസായി എനിക്ക് അടിപൊളിയാന്നുള്ള പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്നിങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾ 30 ദിവസത്തെ വെയിറ്റ് ലോസ് ആണോ അതോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അത് എത്ര ദിവസമായി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാര്യം നമ്മൾ ഇനി ഈ ഒരു ജേർണി സംസാരിക്കുന്നത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. അതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഞാൻ മാക്സിമം എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ നിങ്ങൾക്ക് തരാൻ കേട്ടോ. മീൻസ് എനിക്കറിയാമെങ്കിൽ. ഇനി നമുക്ക് വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്യണം. അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ചെയ്യണം. കാര്യം നമുക്ക് വെയിറ്റ് ലോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് സ്റ്റഡി ആയിട്ട് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനായിട്ട് പാടില്ല. അതൊക്കെ എങ്ങനെ ചേഞ്ച് ആക്കണം എന്നുള്ളൊരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ ഇടണം എന്നിങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 30 ദിവസം ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ചീറ്റ് ഡേ ഉണ്ട്. പിന്നെ അല്ലാത്ത ഇപ്പം ഇന്നത്തെ നോക്ക്, ഇന്ന് ഞാൻ മധുരം കഴിച്ചു, ഞാൻ പായസം കഴിച്ചു, ചോറ് കഴിച്ചു. ചോറ് മീൻസ് എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെയാണ്, എങ്കിലും ഞാൻ എക്സ്ട്രാ കുറച്ച് കൂടുതൽ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു.
മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കാണിച്ച അത്രയും തന്നെയാണ് കഴിച്ചത് കേട്ടോ, അതിൽ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല. കുറേ നാളിന് ശേഷം ഈ ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര വാല്യൂ തോന്നും. മധുരം നമ്മൾ എടുക്കുമ്പോഴേ അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് ആ പായസം കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ. ഞാൻ ഇവിടെ പായസം വെക്കും ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ ഞാൻ കുടിക്കില്ല കേട്ടോ. ഞാൻ വയ്ക്കുന്ന പായസം ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ കുടിക്കാത്ത. പല സിറ്റുവേഷനും ഈ ക്രിസ്മസിന് തന്നെ എൻ്റെ ഇവിടെ പ്ലം കേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്ലം കേക്ക് ആയിരുന്നു. ഞാൻ കഴിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് വിഷമമുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പൊ കുഴപ്പമില്ല, എനിക്ക് പ്ലം കേക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഒരു വലിയൊരു പ്ലം കേക്ക് ആയിരുന്നു. അതൊക്കെ ഞാൻ കഴിക്കാതെ മാറ്റി വെച്ച് നമ്മൾ അതിന് ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ വെയിറ്റ് ലോസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ചില ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ പറ്റാത്ത ദിവസങ്ങൾ വരാം. അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മൾ ഒരു കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഈ പറ്റാത്ത ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയത്. ഞാൻ ഡെയിലി എപ്പോഴും നിങ്ങളോട് പറയുന്ന കുറേ കാര്യങ്ങളാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്നവർ അവർ സക്സസ് ഒക്കെ നേടിയിട്ടുണ്ടെങ്കിൽ എനിക്കധികം ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. പിന്നെ 30ാമത്തെ ദിവസം ഫസ്റ്റ് ഡേ തൊട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ആ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു 5 കിലോ കുറച്ചതിൽ ഞാൻ ജിം എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തിട്ടില്ല. ആ ഒരു കാര്യം ഇല്ലാതെ എങ്ങനെ ഞാൻ വെയിറ്റ് കുറച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ്, എൻ്റെ കൂടെ എപ്പോഴും ജോയിൻ ചെയ്യുന്നവരല്ല, അവർക്കെല്ലാം അറിയാം. അല്ലാതെ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലൈഫ് ജേർണി. ഞാൻ മീൻസ് ആ ഒരു 30 ദിവസം എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഡിന്നർ ടൈമിൽ കാണാം. ഞാൻ എന്തായാലും ഈവനിങ് സ്നാക്ക് ഒന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഡിന്നർ ടൈമിൽ കാണാം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഞാൻ 1K സബ് ആയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു പ്രോമിസാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇനി വരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ 1K കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ചാനലിൽ വരാൻ പോകുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാനത് മാക്സിമം ഞാൻ ആ ഒരു രീതി തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നും വെയിറ്റ് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് എല്ലാം വേണം. വെയിറ്റ് ലോസ്, സ്കിൻ കെയർ, ഫാഷൻ, ബ്യൂട്ടി എല്ലാം വേണം. അതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. എനിക്കിപ്പോൾ നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരുന്നത്. ഞാനിപ്പോൾ ഏകദേശം വെയിറ്റ് ലോസ് ചെയ്ത് ഇങ്ങനെ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറായത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് അനൗൺസ് ചെയ്ത് തരുന്നത്. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തതുപോലെ തന്നെയാണ് ഇത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും എപ്പോൾ കാണാം, ഡിന്നർ ടൈമിൽ കാണാം. ബൈ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് അത്ര എടുത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് കഴിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു കേട്ടോ, വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്നാക്കും എടുത്തിട്ടില്ല. പിന്നെ ഡിന്നറായിട്ട് ഞാൻ ഇത്ര നട്ട്സ് മാത്രമാണ് എടുത്തത്. കാര്യം എനിക്ക് ഒട്ടും വിശപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കഴിച്ചേനെ. ഇനി നമുക്ക് നാളത്തെ ദിവസം കാണാം. ബൈ ബൈ.